ദേശീയപാത തകർന്ന കൂരിയാട് ഇ.ടി. മുഹമ്മദ് ബഷീർ MP സന്ദർശിച്ചു. വിദഗ്ധ സമിതി റിപ്പോർട്ട് കണ്ടതിന് ശേഷം കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടം നടന്ന ഉടനെ കേന്ദ്ര ഗതാഗത മന്ത്രിയെ നേരിൽ കണ്ട് വിവരം ധരിപ്പിച്ചതാണ്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ അന്നേരം തന്നെ മന്ത്രി ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി നിയമിച്ചത്. വിദഗ്ധരടങ്ങുന്ന സമിതി നൽകിയ റിപ്പോർട്ട് കണ്ട ശേഷം കൂരിയാട് ഏത് തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്ന് പരിശോധിക്കുമെന്നും അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ കാലതാമസമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം. പക്ഷേ സംഭവം ഉണ്ടായതിന്റെ പിറ്റേന്ന് തന്നെ മിനിസ്റ്റർ കണ്ടു. മിനിസ്റ്റർ എന്നെ ഇരുത്തി ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വിശദമായിട്ട് സംസാരിച്ചു. മിനിസ്റ്റർ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു. കാരണം വെച്ചാൽ നിർമ്മാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ നിർമ്മാണം കഴിഞ്ഞത് എങ്ങനെ ഒടിഞ്ഞു വീണു, ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തു, കരാറുകാരൻ ആരായിരുന്നു, എന്താണ്, എല്ലാ വിവരം കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തെ ആ സമയത്ത് തന്നെ മനസ്സിലാക്കാനും അദ്ദേഹം മനസ്സിലാക്കിയപ്പോ എന്താ വെച്ചാൽ അദ്ദേഹം എന്ത് ചോദിച്ചാൽ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അത് വളരെ നല്ലൊരു സമീപനമാണ് അദ്ദേഹം എടുത്തത്. കാരണം വെച്ചാൽ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ സംഭവം എന്തെങ്കിലും പറഞ്ഞ് ഒഴിയല്ല ചെയ്തത്. കരാറുകാരുടെ വരുന്ന നടപടി എടുക്കാൻ വേണ്ടി പറഞ്ഞു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർ ചെയ്യേണ്ട ജോലി ചെയ്യാതിരുന്നിട്ടുണ്ടോ, പ്രോജക്ട് ഓഫീസർ എന്ത് ചെയ്യായിരുന്നു, എല്ലാം ചോദിച്ച് അപ്പൊ തന്നെ അദ്ദേഹം അതിന് അടിയന്തരമായിട്ട് നിർദ്ദേശം കൊടുത്തു. എക്സ്പെർട്ട് കമ്മിറ്റി ഫോം ചെയ്യുമെന്നോട് പറഞ്ഞു. എക്സ്പെർട്ട് കമ്മിറ്റി ഫോം ചെയ്യുന്ന പറയുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എക്സ്പെർട്ട് കമ്മിറ്റി രൂപീകരിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അവർ വന്ന് നോക്കി. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താണ് അവർ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി. പലയിടത്തും നിർമ്മാണത്തിലിരിക്കെ ദേശീയപാത തകരുന്ന സംഭവങ്ങളുണ്ടായ സാഹചര്യത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ട ഇടപെടലുണ്ടാവണമെന്നാവശ്യപ്പെട്ട് വീണ്ടും കേന്ദ്ര ഗതാഗത മന്ത്രിയെ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണഘട്ടത്തിൽ പ്രാദേശികമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദേശീയപാത അതോറിറ്റി ചെവിക്കൊള്ളാതിരുന്നത് റോഡിന്റെ വ്യാപകമായ തകർച്ചയ്ക്ക് കാരണമായതായും ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗതാഗത മന്ത്രി ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇ.ടി. പറഞ്ഞു. മണ്ഡലം ലീഗ് പ്രസിഡന്റ് P.K. അസ്ലു പറമ്പിൽ, പറങ്ങോടത്ത് അസീസ്, P.K. റഷീദ്, മടപ്പള്ളി മജീദ്, A.K.A. നസീർ, K. രാധാകൃഷ്ണൻ, K.T. അബ്ദുറഹിമാൻ, P.P. മുഹമ്മദ് അലി ഹാജി, P.K. റിയാസ്, E.V. റഹീം എന്നിവർ കൂടെയുണ്ടായിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.